ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ഒരു വീഡിയോയിലൂടെയാണ് എനിക്ക് ഇത്രയും വാച്ച് ടൈം കിട്ടിയത്, 2 പ്രാവശ്യം റിജക്റ്റായി പോയ മോണിറ്റേഷൻ തിരിച്ചു പിടിക്കാൻ പറ്റിയത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലവർക്കും അറിയാം അത് ഏത് വീഡിയോ എന്ന്. സ്ഥിരമായ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എന്നാൽ കൂടി അറിയാത്ത കുറേ പേരുണ്ട്, നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ കുറേ പേരുണ്ട്, അവർക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എന്താണ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ പറയാം, നമ്മളെ പല ആൾക്കാരും നമ്മ ഒരു കാര്യത്തിലേക്ക് ഒരു തീരുമാനം എടുക്കും, പലവരും തളർത്താൻ നോക്കും. പക്ഷേ തളർത്തുമ്പോൾ അതിൽ വീഴാതെ നമ്മൾക്ക് സ്വയം ഒരു തീരുമാനം എടുക്കാനുള്ള എന്താ പറയുക ശക്തിയും ആ ഒരു മനോഭാവവും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ജയിക്കാൻ പറ്റും. ഒരു ആത്മവിശ്വാസം വേണം, എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് കഴിയുന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നിഷ്പ്രയാസം നേടിയെടുക്കാൻ പറ്റും. അതിന് ഉദാഹരണമാണ് ഞാൻ. കാരണം ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പ്രാവശ്യമാണ് എൻ്റെ മോണിറ്റേഷൻ കട്ടായിപ്പോയത്. അതുകൊണ്ട് തന്നെ എനിക്കത് എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം കൂടിയാണ്. മൂന്നാമത്തെ തവണ ലഭിച്ചു, അതും ഈ വീഡിയോയിലൂടെ തന്നെ എന്താ പറയുക കിട്ടിയെന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ അത് ഞാൻ ഏത് വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. എന്താ പറയുക ആ യൂണിവേഴ്സ് വീഡിയോ ഞാൻ വെറും 1 വീക്ക് പറയുമ്പോഴേക്കും എൻ്റെ ചാനൽ മോണിറ്റേഷൻ ആവാനുള്ള വാച്ച് ടൈമിൽ കൂടുതൽ എനിക്ക് വാച്ച് ടൈം കിട്ടി. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വാസമാവില്ല എന്നറിയാം. കാരണം നമ്മൾ വീഡിയോസിൽ സബും അതേപോലെ തന്നെ ആ ഒരു വീഡിയോക്ക് എത്ര കിട്ടിയെന്ന് നിങ്ങൾക്കറിയാൻ പറ്റില്ല. ടോട്ടലായിട്ട് കാണുന്ന സബ്സ്ക്രൈബറും അതേപോലെ തന്നെ വാച്ച് ടൈമും അറിയാൻ പറ്റില്ല. വ്യൂസും അത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക്. പക്ഷെ ആ വ്യൂസിൽ അറിയണവർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ എന്നാലും ആരും അതിന് മെനക്കെടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയുന്നതിനെയും വെച്ച് നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൂടി തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ആ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ പേജ് ഓപ്പണായി വന്നു. അതിന് ശേഷം കണ്ടന്റ് എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് ലോങ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, വ്യൂ ഓൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിന് ശേഷം എൻ്റെ വീഡിയോ സ്ക്രോൾ ചെയ്തപ്പോൾ വെറും 3 തവണ പറഞ്ഞിട്ട് മറന്നേക്കൂ, 1 ലക്ഷക്കണക്കിന് ആഗ്രഹം സാധിച്ചു യൂണിവേഴ്സ് ടെക്നിക്ക് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കിട്ടിയ വ്യൂസ് വന്നിട്ട് 96,473 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിന് തന്നെ ഡോളർ കയറിയിരിക്കുന്നത് 3.88 ആണ്. അതേപോലെ ആ ഒരു വീഡിയോക്ക് തന്നെ 3K സബ് കിട്ടിയിട്ടുണ്ട്. വാച്ച് ടൈം ഞാൻ പറഞ്ഞല്ലോ 5183.5 വാച്ച് ടൈമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡേഷനാണ് കൂടുതൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകുന്ന ഞാൻ വിചാരിക്കുന്നു. കാരണം ഗ്രീൻ സിഗ്നൽ മോളിക്കാണ്, അതുകൊണ്ട് ഒരു ചെറിയൊരു പ്രതീക്ഷ. അപ്പം ഇതാണ് നമ്മുടെ ആ വീഡിയോ കേട്ടോ. കമൻറ്റുകളാണെങ്കിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാലോ. പലവർക്കും എന്താ പറയുക, മിക്കവർക്കും നമുക്ക് യൂസ് ചെയ്തിട്ട് അതൊന്ന് ടെക്നിക്ക് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാവരും അയച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോയിലൊരു പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ചെറുതായി പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഫ്രണ്ടിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സോറിയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഒരു വൈറലായ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തന്നില്ലേ, ഈ വീഡിയോ ആണ് എൻ്റെ എന്താ പറയുക യൂട്യൂബ് ചാനലിൽ
നിർത്തിപ്പോകേണ്ട അവസ്ഥയിൽ നിന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചത് ഈ വീഡിയോ ആണ് കേട്ടോ. അപ്പം എനിക്ക് എന്താണെന്ന് പറയേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ മെല്ലെ മെല്ലെ പറയുന്നത്. അപ്പോൾ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി പറയണം, നിങ്ങൾ ലോങ് വീഡിയോസ് തന്നെ കൂടുതൽ ഇടാൻ നോക്കുക. അതാണ് ഏറ്റവും കംഫർട്ട്. ഷോർട്ട് വേണം, ഷോർട്ടിൽ സബ്സ്ക്രൈബറാണ് കൂടുക. അപ്പോൾ ഞാൻ ഈ ഷോർട്ടും ലോങ്ങിനെയും കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാണ് ഇടേണ്ടത്, എങ്ങനെയാണ് വേഗം നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുമോ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ സബ്സ്ക്രൈബർ 1000 ആക്കാനും, അതുപോലെ തന്നെ വാച്ച് ടൈം 4000 ആക്കാനും എങ്ങനെയാണ് എളുപ്പ വഴികൾ, ഏത് വീഡിയോസ് ഇട്ടാലാണ് കൂടുതൽ വ്യൂസ് കിട്ടുക, അതേപോലെ വാച്ച് ടൈം കിട്ടുക എന്നൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പല വീഡിയോസും ചെയ്യാറുണ്ട്, കുക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പലതും പലതും മീൻസ് അങ്ങനെയല്ല, ഷോർട്സ്, കോമഡി, അതേപോലെ കുക്കിംഗ്, കുട്ടികളെ വെച്ച് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ അറിയുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത്, ഏത് വീഡിയോ ആണോ മുന്നോട്ട് പോകാൻ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ടോപ്പിക് ഏതാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് തരിക. അപ്പം അങ്ങനെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് വെച്ച് ഇനി ഞാൻ അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ടാറ്റാ ബൈ.